നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തൊരു ടേമായിരുന്നു ബിഗ് ഡാറ്റ. അന്ന് ചെറിയൊരു രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഒരു ലാർജ് ഡാറ്റ അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അത് ചിലപ്പോൾ സ്ട്രക്ചേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കതിൽ ആവശ്യമില്ലാത്ത അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ, അതായത് ഡാറ്റയുടെ വലിയൊരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ബിഗ് ഡാറ്റ എന്ന് പറഞ്ഞിരുന്നു. അത് കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. So the big data is a situation in which the data sets have grown in such enormous sizes that the conventional information technologies can do the longer effectively handle either the size of the data set and the scale and the growth of the data set. നമുക്ക് ഒരു വൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലാർജ് സൈസിൻ്റെ ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയാണ് നമ്മൾ ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെർമിനോളജീസ് നമുക്ക് ആ ബിഗ് ഡാറ്റയെ നമുക്ക് ഒറ്റയടിക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ആ ഒരു ഡാറ്റയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അതിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരണം, അല്ലേ? അതാണ് മെയിനായിട്ട് ഈ ബിഗ് ഡാറ്റയിൽ ഇൻവോൾവഡ് ആയിട്ടുള്ളത്. നമുക്കതിൻ്റെ പല ഡയമെൻഷൻസ്, അതായത് ബിഗ് ഡാറ്റയുടെ പല ഡയമെൻഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ ബിഗ് ഡാറ്റ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പല ഏരിയാസ് അല്ലെങ്കിൽ എങ്ങനെയാണ് മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ആസെപ്റ്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വോളിയം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വോളിയം കൂടുതലാണ്, അതിൽ ഒരു മാസീവ് ഡാറ്റയാണ്. അപ്പോൾ അതിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ഒരു കമ്പ്യൂട്ടർ ബേസിസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ നെറ്റ്വർക്കിൽ എങ്ങനെയാണ് പറയാറ്? ആദ്യം GB, MB, PB, സെഡാബൈറ്റ്, ടെറാബൈറ്റ്, അതുകൊണ്ട് പല ഇതുണ്ട്, അല്ലേ? നമുക്ക് ഡാറ്റയുടെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ഡാറ്റയുടെ റേഞ്ച് അനുസരിച്ച് നമ്മൾ പല രീതിയിൽ അതിന് പല ബിറ്റ്സുകളായിട്ട് അല്ലെങ്കിൽ ബൈറ്റ്സുകളായിട്ട് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ്? വോളിയം കൂടുതലാണ് ഏതിൽ? നമ്മുടെ ബിഗ് ഡാറ്റയിൽ. നെക്സ്റ്റ്, വെറൈറ്റി. The variety refers to increasingly diverse sources and the type of data. ഓക്കെ, അത് പല രീതിയിലുള്ള ഫോർമാറ്റുകളായിട്ടായിരിക്കാം വെറൈറ്റി എന്ന് പറയുന്നത്. ഒന്ന് ഇമെയിൽ ഫോർമാറ്റ്, ഫോട്ടോസ്, വീഡിയോസ്, മോട്ടർ ഡിവൈസസ്, PDF, ഓഡിയോ. ഓക്കെ, നമുക്ക് എന്താണ് ഒരു ബിഗ് ഡാറ്റയിൽ പല രീതിയിലുള്ള വെറൈറ്റീസുകൾ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. അടുത്തൊരു ടേമാണ് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഡയമെൻഷനാണ് വെറൈസിറ്റി. The massive amount of the data collected for the big data purpose can lead to the statistical errors and the misinterpretation of collected data. The purity of the information is a critical value for the big data. അതായത് ബിഗ് ഡാറ്റയെ നമുക്ക് വേണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ എറേഴ്സ് ഉണ്ടായിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. എറേഴ്സ് ഉണ്ടായിരിക്കാം, മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മിസ്ഇൻറ്റർപ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൽ ഇൻഅക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവും. അതിൽ നമുക്ക് സോർട്ട് ചെയ്തെടുക്കണം. അതിൽ നമുക്ക് ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതിനെ സോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൽ മെയിനായിട്ട് ബിഗ് ഡാറ്റയിൽ വേണ്ടത് പ്യൂരിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ അത് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റണം. അടുത്തൊരു ടേമാണ് വെലോസിറ്റി. The big data velocity deals with the accelerating the speed at which the data flows from the source, like business process, machines, networks, and the human interaction with the things like social media, sites, mobile devices, etc. അല്ലേ, ഒരു വെലോസിറ്റിയുടെ ഒരു ഫ്ലോ വരുന്നുണ്ട്, അല്ലേ? ഫ്ലോ ഓഫ് ഡാറ്റയാണ് അത്. ഇതിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ദ ഫ്ലോ ഓഫ് ഡാറ്റ ഈസ് എ മാസീവ് ആൻഡ് കണ്ടിന്യൂസ്. കാരണം ആ ഒരു ബിഗ് ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്ലോ ആണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. കാരണം നമുക്ക് ബിഗ് ഡാറ്റ നമുക്ക് പല രീതിയിൽ, ഇപ്പോൾ നമ്മൾ വെറൈറ്റീസ് പറഞ്ഞു, PDF ഫോർമാറ്റിനായിരിക്കും, വീഡിയോസ്, ഓഡിയോസ്, അങ്ങനെ പല രീതിയിലുള്ള ഫോർമാറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് എങ്ങനെയായിരിക്കാം അതിൻ്റെ ഒരു അവൈലബിലിറ്റി നമുക്ക് കിട്ടുന്നത്? ഒന്നെങ്കിൽ ഏതെങ്കിലും മൊബൈൽ ഡിവൈസിലായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും സൈറ്റുകളായിരിക്കാം, അല്ലേ? നമുക്ക് വിക്കിപീഡിയ ഉണ്ട്, എൻക്ലോപീഡിയ, അതിലൊക്കെ നോക്കി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡാറ്റാസ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ the real time the data can help the researchers and business makes the valuable decisions that provide the strategic competitive advantages. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വോളിയം കൂടുതലാണ്, ഒരു മാസീവ് ഡാറ്റയാണ് അതിലുള്ളത്. ഓക്കെ,
അത് കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യുന്നത് മിഷൻസോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഹ്യൂമൻ ഇൻട്രാക്ഷനിൽ കൂടെയൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ബിഗ് ഡാറ്റ കിട്ടുന്നത്. ഓക്കെ, ചിലപ്പോൾ നമുക്കറിയാം ഒരു വാട്സാപ്പിലൂടെ നമുക്ക് ഇഷ്ടം പോലെ ഡാറ്റാസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഇസ് എ കൺസിഡർ ആസ് എ ബിഗ് ഡാറ്റ. അപ്പോൾ അതിന് പല വെറൈറ്റികളുണ്ട്. അതായത് ഒരു ഓഡിയോസ് ആയിരിക്കാം, വീഡിയോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോസ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെ പല രീതിയിലുള്ള സ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് മിസ്അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ്ഇൻറ്റർപ്രേറ്റ് ആയിട്ടുള്ള എറേഴ്സ് ഉള്ള കുറേ ഡാറ്റ അതിലുണ്ട് അല്ലേ. അത് നമുക്കതിനെ സോർട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലോ ഓഫ് ഡാറ്റ, അത് പല രീതിയിലായിരിക്കും നമുക്ക് ആ ഡാറ്റ അവൈലബിൾ ആയിരിക്കുന്നത്. ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയ സൈറ്റിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഡിവൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹ്യൂമൻ ഇൻട്രാക്ഷൻസിലൂടെ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ മിഷനിൽ. ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ആ ഡാറ്റയുടെ ഫ്ലോ വരുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ വാരിയസ് ആസ്പെക്ട്സ് ഓഫ് ദ ബിഗ് ഡാറ്റ. അടുത്ത ടൈപ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതായത് അതിനൊരു ഓർഡർ ഉണ്ടായിരിക്കും. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പർപ്പസോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തീമോട് കൂടിയിട്ടായിരിക്കാം നമുക്ക് എന്തുണ്ടായിരിക്കുക ആ ഡാറ്റ അവൈലബിൾ ആയിരിക്കുന്നത്. നമുക്കത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടേബിൾ ഫോർമാറ്റിലായിരിക്കാം. ഇപ്പോൾ ഓരോ ഇയർ വൈസ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസിങ് എങ്ങനെയുണ്ട് അത് നമുക്ക് ഓരോ വർഷം അതൊക്കെ ടേബിൾ ബേസിസിലായിരിക്കാം. അതിൽ നിന്ന് മെയിൽ ഫീമെയിലായിട്ട് വേണമെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, സ്ട്രക്ചേർഡ് ആണ്, അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ഇനി അൺസ്ട്രക്ചേർഡ് ആണെങ്കിലോ അതിൽ നമുക്ക് എന്താണ് അൺനൗൺ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആയിരിക്കാം. നമുക്കതിൽ ചിലപ്പോൾ ആവശ്യമില്ലാത്തതുണ്ടായിരിക്കും, ആവശ്യമുള്ളതുണ്ടായിരിക്കും. നമുക്കൊന്നും അറിയാൻ പറ്റില്ല ഏതാണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ഏതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതൊരു വലിയൊരു ഹ്യൂജ് അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ഡാറ്റ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ചലഞ്ചാണ്. കാരണം അതിനെ നമുക്ക് എന്താക്കി മാറ്റണം, ഒരു ഏതെങ്കിലും ഒരു ഫോർമാറ്റ്, ഒരു സിമ്പിൾ ഫോർമാറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതൊന്നും ഇല്ലാത്ത ഒരു ടൈപ്പ് ഫോർമാറ്റിനെയാണ് അൺസ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെമി സ്ട്രക്ചേർഡ്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്ട്രക്ചേർഡിൻ്റെയും അൺസ്ട്രക്ചേർഡിൻ്റെയും ഒരു കമ്പൈൻഡ് ഫോർമാറ്റാണ് ആക്ച്വലി സെമി സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് പല ഫയലായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡാറ്റാബേസ്. ഓക്കെ, ഡാറ്റാബേസിൽ നമുക്ക് ടേബിൾ ഫോർമാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്ട്രക്ചേർഡ് അല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ അതിലുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇത് വരുമ്പോൾ ആ ബിഗ് ഡാറ്റയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് സെമി സ്ട്രക്ചേർഡ് ബിഗ് ഡാറ്റയിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് നമുക്ക് സോർട്ട് ചെയ്താൽ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ദി ടെർമിനോളജീസ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് ദി ബിഗ് ഡാറ്റ. ഫസ്റ്റ് വൺ ആണ് business intelligence. The business intelligence is a set of process, architectures and technologies that convert the raw data into meaningful information. ഓക്കെ, നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യണം. ഒരു മീനിങ് ആ ഒരു ബിഗ് ഡാറ്റേനെ നമ്മൾ എന്താണ് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഡാറ്റയായിട്ട് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പ്രോഫിറ്റബിൾ ബിസിനസ് ആക്ഷൻസ്. നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആക്ഷൻസ് കൊണ്ടുവരാനായിട്ട്. നമുക്കറിയാം ഒരു ബിസിനസ് ഫീൽഡിൽ നമുക്ക് പല ഡാറ്റയും നമുക്ക് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് വേണമെങ്കിൽ ചിലപ്പോൾ കസ്റ്റമേഴ്സിനായിരിക്കും, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ പല രീതിയിലുള്ള ഡാറ്റ നമുക്ക് വേണം. അപ്പോൾ അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിനെ സോർട്ട് ചെയ്തെടുക്കുന്നു. ദെൻ അത് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഫൈനൽ ഡാറ്റയെ നമ്മളതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതൊക്കെ എന്താണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്? ബിസിനസ് ഡിസിഷൻസ് എടുക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യപ്പെടും. അതാണ് ഒരു ഏരിയയാണ് ബിഗ് ഡാറ്റയുടെ ബിസിനസ് ഇൻ്റലിജൻസ്. ഇനി അടുത്താണ് ഡാറ്റ മൈനിങ്. ഡാറ്റ മൈനിങ്ങിൽ എന്താണ് കൂടുതലായിട്ട് വരുന്നത്? നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അല്ലെ, ദ പ്രോസസ് ഓഫ് ദി ഡിഗിങ് ത്രൂ ദി ഡാറ്റ ഡിസ്കവർ ഹിഡൻ കണക്ഷൻസ് ആൻഡ് പ്രെഡിക്റ്റ് ദി ഫ്യൂച്ചർ ട്രെൻഡ് ഈസ് കോൾഡ് ഡാറ്റ മൈനിങ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേറൊരു ടേമിലും പറയാം, ദ ഡാറ്റ മൈനിങ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് യൂസ്ഡ് ടു എക്സ്ട്രാക്ട് ദ യൂസബിൾ ഡാറ്റ ഫ്രം ദ ലാർജർ സെറ്റ് ഓഫ് ദ റോ ഡാറ്റാസ്. ഡാറ്റ മൈനിങ് എന്താണ്? മൈനിങ് ചെയ്യുക അല്ലേ. ഇപ്പോൾ ഇതിൽ മൈനിങ് പറയുമ്പോൾ എന്താണ്? ബിഗ് ഡാറ്റ, അതായത് ഒരു ലാർജ് സൈസ് ഡാറ്റയാണ്. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ നമ്മൾ സോർട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ പർപ്പസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാനാണെങ്കിൽ ആ ബിഗ് ഡാറ്റയെ നമ്മൾ കൺസിഡർ ചെയ്യും. അതാണ് ഡാറ്റ മൈനിങ് എന്ന ടേം. അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസ്. നമുക്ക് അറിയാം സെൻസസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളൊക്കെയാണ് ഈ സെൻസസ്, സർവേ അല്ലേ, റിസർച്ച്. ഈ റിസർച്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും
ഒബ്ജക്റ്റീവ്സ്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് വേണം, അതിനൊരു സൊല്യൂഷൻ കൊടുക്കണം അല്ലേ. അപ്പോൾ അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്പോർട്ട്സ്, അതായത് കോറിലേഷൻസ്, റിഗ്രഷൻസ്, അതായത് പലധികം പാരാമെട്രിക് ടെസ്റ്റൻസ് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്, അതൊക്കെ യൂസ് ചെയ്തിട്ട് ഡാറ്റേനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ഡാറ്റ യൂസ് ചെയ്തിട്ട് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാം, ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. അടുത്താണ് പ്രൊഡിക്റ്റീവ് അനാലിസിസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് പ്രൊഡിക്റ്റീവ് അല്ല. എന്താണ് പ്രൊഡിക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ബിഗ് ഡാറ്റ അല്ലേ, ബിഗ് ഡാറ്റ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ആ ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിനെ പ്രൊഡിക്റ്റ് ചെയ്യാം. എന്തായിരിക്കും ഫ്യൂച്ചറിൽ നടക്കുന്നുണ്ടാവുക, എന്ത് സ്റ്റെപ്പായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്, എങ്ങനെയായിരിക്കും ആ ഒരു ഫിനാൻഷ്യൽ ഏരിയനെ എഫക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള പല രീതിയിലുള്ള അനാലിസിസ്, പ്രൊഡിക്റ്റീവായിട്ടുള്ള അനാലിസിസ് നമുക്ക് ചെയ്യാനായിട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് ബിഗ് ഡാറ്റ ഹെൽപ്പ് ചെയ്യും. അടുത്ത ഡാറ്റ മോഡലിംഗ്. Data modeling is nothing but the process through which data is stored structurally in the format in a database. ഓക്കെ, ഒരു ഡാറ്റാബേസിൻ്റെ ഫോർമാറ്റിലായിരിക്കും നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ടാവുക, അതിന് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കാം. അതിലെന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തിനു ചെയ്യുന്നു, ഡിസിഷൻസ് ഡ്രൈവ് ചെയ്യുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്, ബിസിനസ്സിനെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്തിനാണ്, ബിസിനസ് ഫീൽഡിലാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. ബിസിനസ്സിന് നല്ല ഡിസിഷൻസ് എടുക്കണം അല്ലെങ്കിൽ ബിസിനസ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഈ ബിഗ് ഡാറ്റയെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇത്രയൊക്കെയാണ് അതിൻ്റെ പല ഏരിയാസ് അല്ലെങ്കിൽ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ബിസിനസ് ഫീൽഡിൽ, അതായത് ബിസിനസ്സിൻ്റെ രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കണം. അതുപോലെ തന്നെ ഡാറ്റ മൈനിങ് എന്താണ്, വലിയൊരു ഡാറ്റയിൽ നിന്നും അല്ലെങ്കിൽ ആ ബിഗ് ഡാറ്റയിൽ നിന്നും നമുക്ക് ആവശ്യാനുസരണമുള്ള ഡാറ്റയെ മാത്രം നമ്മൾ സോർട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അതിനെ ഡിസിഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ദാറ്റ് ഇസ് സെൻസസ്, സർവേസ്, അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ്, അതുപോലെ തന്നെ ഒബ്സർവേഷൻസ്, ഷെഡ്യൂൾസ്, ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻസ്. പ്രെഡിക്റ്റ് ചെയ്യുക ഫ്യൂച്ചറിനെ, അതുപോലെ തന്നെ ഡാറ്റ മോഡലിംഗ്. ഇനി അടുത്തതാണ് ഹൗ ദി ബിഗ് ഡാറ്റ വർക്ക്സ്. ഈ ബിഗ് ഡാറ്റ നമ്മൾ വിചാരിക്കുന്ന പോലെ കറക്ഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടായിരിക്കാം, എന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസൊക്കെ ഉണ്ടായിരിക്കാം. അതിലെങ്ങനെയാണ് ഈ ഒരു ബിഗ് ഡാറ്റ വർക്ക് ചെയ്യണത്? ഒന്ന് എന്താണ്, ഇൻറ്റഗ്രേറ്റ്. നമുക്ക് ഇൻറ്റഗ്രേഷൻ കൊണ്ടുവരണം. കാരണം നമുക്ക് ഇത്രയും കൊല്ലത്തെ ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റയാണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ട്, അതിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ ട്രെൻഡ് അറിയണം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റഗ്രേറ്റ് ചെയ്യും അല്ലേ. എല്ലാ വർഷത്തിലുള്ള ഓരോ ഡാറ്റയും നമ്മൾ ആ സ്പെസിഫിക് ഏരിയനെ നമ്മൾ മാത്രം എടുത്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രെൻഡ് അനാലിസിസ് നടത്തണം. എന്താണ്, ഇൻറ്റഗ്രേഷൻ കൊണ്ടുവരികയാണ്. അടുത്തതാണ് എന്ത്, മാനേജ്. നമുക്ക് ഈ ഇത്രയും വലിയ ഒരു ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യണം അല്ലേ. ആ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ഫോർമാറ്റിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം അല്ലേ. ഒന്ന് ഈ വീഡിയോ ആക്കി മാറ്റാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ഫോർമാറ്റ് ആക്കാം, അല്ലെങ്കിൽ ഓഡിയോ ഫോർമാറ്റ് ആക്കാം. അപ്പോൾ അതിനെന്താണ്, മാനേജ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി നമ്മൾ അതിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ അനാലിസിസ് അല്ലേ. നമ്മളീ പറഞ്ഞ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മാനേജബിൾ ആയിട്ടുള്ള നമ്മുടെ ബിഗ് ഡാറ്റ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. പ്രൊഡിക്റ്റീവ് അനാലിസിസ് നടത്താം, ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് നടത്താം, ക്വാളിറ്റേറ്റീവ് ബേസിസിലുള്ള അനാലിസിസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ബിഗ് ഡാറ്റ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അടുത്ത അഡ്വാൻറ്റേജസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, അതായത് ടെർമിനോളജീസ് അല്ലെങ്കിൽ കൺസെപ്റ്റ്. എന്താണ്, ബിസിനസ്സിൻ്റെ പ്രോസസ്സിന് ഇമ്പ്രൂവ് ചെയ്യാണ്. അതുപോലെ തന്നെ ദ ബിസിനസ് ക്യാൻ യൂട്ടിലൈസ് ഔട്ട്സൈഡ് ഇൻ്റലിജൻസ് വെയിൽ ദ ടേക്കിംഗ് ദ ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. ഔട്ട്സൈഡ് കസ്റ്റമേഴ്സിൻ്റെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസിലായിരിക്കാം. അതിനൊക്കെ നല്ല രീതിയിൽ ബിസിനസ്സിനെ ആ ഒരു ബിഗ് ഡാറ്റ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കസ്റ്റമർ സർവീസ് ഇമ്പ്രൂവ് ചെയ്യാം. കാരണം ആ ഒരു ഡാറ്റ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റാബേസ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കസ്റ്റമർ സർവീസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അവർ പ്രിഫറൻസ് അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് ദ ഫ്രോഡ് ഡിറ്റക്ഷൻസ്. എന്തെങ്കിലും ഫ്രോഡ് വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റാക്കുകൾ, അതായത് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഫ്രോഡ് രീതിയിൽ നമുക്കതിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ദ ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ റിസ്ക് ടു ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. നമുക്കറിയാം ബിസിനസ്സിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ വിത്ത് ഹെൽപ്പ് ഓഫ് ദ ബിഗ് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ നമുക്ക് മിനിമൈസ് ചെയ്യാം. റിമൂവ് ചെയ്യാൻ പറ്റില്ല, ഒരു പരിധി വരെ നമുക്കത് എലിമിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പരിധി വരെ നമുക്കതിനെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ലോട്ട് ഓഫ്. അതായത് ഇതിന് കോസ്റ്റ് കൂടുതലാണ്, കാരണം നമുക്കിത് സ്റ്റോർ ചെയ്യണം അല്ലേ. അപ്പോൾ
സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ സ്റ്റോറേജ് കോസ്റ്റ് ഇസ് വെരി ഹൈ. അതുപോലെ തന്നെ കൂടുതലായിട്ടും സ്ട്രക്ചേർഡ് ഡാറ്റ ആയിരിക്കില്ല, അൺസ്ട്രക്ചേർഡ് ആയിരിക്കും. കാരണം ബിഗ് ഡാറ്റയിലും കൂടുതലും അൺസ്ട്രക്ചേർഡ് ഫോർമാറ്റാണ് കാണാനായിട്ട് പറ്റുക. പിന്നെ അത് വയലേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമ്മുടെ പ്രൈവസീനെ വയലേറ്റ് ചെയ്യാനായിട്ട് ബിഗ് ഡാറ്റയുടെ അനാലിസിസ് നല്ല റോള് വരുന്നുണ്ട്. അതുപോലെ തന്നെ മാനിപ്പുലേഷൻസ് വേണമെങ്കിൽ നടക്കാം. കസ്റ്റമർ റെക്കോർഡ്സിൽ മാനിപ്പുലേഷൻ വരും. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്രീസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. പിന്നെ അതുപോലെ തന്നെ ലോങ് റൺ ദ ബിഗ് ഡാറ്റ അനാലിസിസ് ഈസ് നോട്ട് യൂസ്ഫുൾ ഇൻ ദ ഷോർട്ട് റൺ. കാരണം നമുക്ക് ഒരു ലോങ് പീരീഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ഗസ്റ്റേഷൻ പീരീഡ് വളരെ കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ വിത്തിൻ ഒരു ലിമിറ്റഡ് സ്പാൻ ഓഫ് ടൈമിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതിനൊരു ലോങ് ടൈം തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് ടേംസിൽ ഈ ബിഗ് ഡാറ്റ നമുക്ക് ഒരു തരത്തിലും ഹെൽപ്ഫുൾ അല്ല. നെക്സ്റ്റ്, ദ ബിഗ് ഡാറ്റ അനാലിസിസ് റിസൾട്ട് ഇൻ എ മിസ്ലീഡിങ് സംടൈംസ്. ചില സമയങ്ങളിൽ നമ്മൾ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് മിസ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ട്, മിസ് ഇൻറ്റർപ്രിട്ടേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ദ സ്പീഡ് അപ്ഡേറ്റ്സ് ഇൻ എ ബിഗ് ഡാറ്റ ക്യാൻ മിസ് മാച്ച് ദ റിയൽ ഫിഗേഴ്സ്. നമുക്കറിയാം ഡാറ്റ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ആ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബിഗ് ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാ ബേസിന് മാച്ച് ആവണമെന്നില്ല, മിസ് മാച്ച് വരാൻ ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് ഫ്രെയിം ഔട്ട് ചെയ്യുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ബിഗ് ഡാറ്റ യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്ന ബിഗ് ഡാറ്റയുടെ പറഞ്ഞ ടേംസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു ബിഗ് ഡാറ്റ, അതിൽ വരുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ഡയമെൻഷൻസ് ഏതാണെന്ന് ഡിസ്കസ് ചെയ്തു. ടൈപ്സ് സ്ട്രക്ചേർഡ് ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഉണ്ട് ആൻഡ് സെമി സ്ട്രക്ചേർഡ് ഉണ്ട്. ദെൻ അതിൻ്റെ ബിസിനസ് ഫീൽഡിൽ ആ ബിഗ് ഡാറ്റയുടെ ഏതൊക്കെ ടെക്നോളജീസ് അല്ലെങ്കിൽ കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ബിഗ് ഡാറ്റ വർക്ക് ചെയ്യുന്നത്, ആൻഡ് ഫൈനലി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ ബിഗ് ഡാറ്റ.